ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ. ശനിയാഴ്ച രാവിലത്തെ ചായയോടെയും കഴിഞ്ഞ് രാവിലെ ഒരു 8:45 വാർക്കപ്പുറത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ജാതിക്കായ പൊട്ടിക്കാമെന്നാണ് കരുതണേ. അപ്പോൾ ഞാൻ ഇന്നലെ ആൻറ്റീയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് പൊട്ടിക്കേട്ടോന്ന്. പക്ഷേ ആൻറ്റി ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഞാൻ കരുതി ആൻറ്റി ഒരു 10-11 മണിയാകുമ്പോഴേക്കും വരുള്ളൂ എന്ന് കരുതി. പക്ഷേ ആൻറ്റി ഒരു 8:30 വന്നു വേണ്ടി നമുക്കത് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ചായയോടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഇന്ന് കമ്പനിയിൽ നിന്ന് 2 ഭായിമാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അവർ 8:30 ഇവിടെ എത്തേണ്ടതാണ്. പക്ഷേ കമ്പനിൽ കുറച്ച് ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻറ്റി കരുതി അവർ വരുമല്ലോ എന്ന് കരുതി ആൻറ്റി നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ആൻറ്റി പറഞ്ഞു എന്തായാലും വന്നാലെന്ന് പറഞ്ഞ് നമുക്ക് ആ കായയിൽ കേടുള്ള കായകളൊക്കെ നോക്കി തിരിഞ്ഞു വയ്ക്കാമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ശരിക്കും അതാത് ദിവസം പറക്കണ സമയത്ത് അപ്പം തന്നെ ആ കേടൊക്കെ തിരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ. പക്ഷേ ഞാനതൊന്നും തിരിയാനൊന്നും പോയില്ല. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഉണക്കി ഈ വാർക്കയുടെ മുകളിൽ കൊണ്ടിട്ടേക്കായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു പാട് വന്നത്. ഇപ്പോൾ ഈ കിടക്കുന്ന കായ എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ മൊത്തം ജാതിക്കായാണ് കേട്ടോ. മിക്കവരും ഇങ്ങനെ ജാതിക്കായ ഒരുമിച്ച് പൊട്ടിക്കാൻ നിൽക്കാറില്ല കേട്ടോ. വീടുകളിലൊക്കെ ചെയ്യുന്ന പരിപാടി ഞാൻ കണ്ടേക്കണത് അവർ 2 ആഴ്ച ആകുമ്പോഴേക്കും അത് ഉണങ്ങണത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായകൾ ഒരുപാട് കേടായി പോവില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തോളം ഇട്ട് കഴിയുമ്പോൾ ഈ കായൊക്കെ കുത്തിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുത്തിപ്പോവലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് ഉണങ്ങിയിട്ട് വെയിറ്റ് ഒരുപാട് കുറഞ്ഞു പോകുന്നില്ല. പിന്നെ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പം എന്ത് വിലയാണോ ഉള്ളത് ചിലപ്പോൾ വിലക്കുറവൊക്കെ ആയിരിക്കും, ആ വില കിട്ടുള്ളൂ എന്ന് മാത്രം. അതേപോലെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇത് പൊട്ടിക്കണമെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടാട്ടോ. ഇന്നൊരു ദിവസത്തെ പരിപാടിയായിരുന്നു ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുക എന്നുള്ളത്. ഇതിനാന്ന് കേടായ കായകൾ തിരിഞ്ഞു മാറ്റുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ ആൻറ്റി അടിയിൽ പോയി മോനെ വിളിച്ചുകൊണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ചാഴ്ച തല്ല് ഭായിമാർ വന്നവരെ അത്രയും പണി നടക്കുമല്ലോ എന്ന് കരുതി കേട്ടോ. എന്നിട്ട് ഇപ്പോൾ മോനെ വിളിച്ച് അവൻ അവിടെ തല്ലുണ്ട്. മോളിവിടെ അങ്ങോട്ട് ഇവിടെ നടക്കണമെങ്കിലും അവൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല കേട്ടോ. അവൾക്കൊന്ന് സ്കൂളിൽ ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അവൾക്കൊരു 11 മണിയാകുമ്പോഴേക്കും അങ്ങോട്ട് പോകണം. അപ്പോൾ അവളെ എനിക്ക് കൊണ്ടുവന്നാക്കുകയും വേണം. എൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെ കേട്ടോ. ഒരു വർഷത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അപ്പച്ചൻ പൊട്ടിക്കാറാണ് പതിവ്. അത് പൊട്ടിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളും കൂടി കൂടുമായിരുന്നു കേട്ടോ അപ്പച്ചൻ്റെ ഒപ്പം അത് പൊട്ടിക്കാനായിട്ട്. അത് പൊട്ടിച്ചുകൊണ്ട് കൊണ്ടുപോയി കൊടുത്ത് വരുമ്പോൾ ഞങ്ങൾക്കൊന്ന് കുശാല കൈ നിറച്ച് സാധനങ്ങളായിരിക്കും. മിക്കവാറും ഈ ചിപ്സ് ഐറ്റംസൊക്കെ ആയിരിക്കും കൂടുതൽ അപ്പച്ചൻ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ഇതേ ഒരു 11 മണിയാകുമ്പോഴേക്കും ഭായിമാർ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കി. പിന്നെ ആൻറ്റി ഒന്ന് വീട്ടിൽ പോയായിരുന്നു കേട്ടോ. ആൻറ്റിയുടെ മോള് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ അങ്കമാലിൽ എന്താണ്ട് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് കൊണ്ട് ചെല്ലാൻ പറഞ്ഞാൽ പിന്നെ ആൻറ്റി പോയിട്ടോ. പിന്നെ ഭായിമാരുണ്ടവരോടും അവിടെ ഇരുന്ന് തല്ലി പൊട്ടിക്കേണ്ടത്. അപ്പോൾ ഇത് ഞങ്ങൾ വാർക്കയുടെ മുകളിലല്ല, വാർക്കയുടെ താഴത്തില്ലേ സൺസൈഡിൻ്റെ ആ ഭാഗത്ത് അവിടെ ഇട്ടാട്ടോ ഇത് ചെയ്യണത്. കാരണം വാർക്കയുടെ മുകളിൽ പറഞ്ഞാൽ നമ്മൾ ഹോളിലൊക്കെ ടൈൽ ഒട്ടിച്ചേക്കണതാണ്. അപ്പോൾ ടൈൽ അടന്ന് പോകുമെന്ന് പറഞ്ഞാൽ ആൻറ്റി ചീത്ത പറഞ്ഞു. അത് കാരണം പിന്നെ ആ ഭാഗത്ത് നിന്നോട്ട് തല്ലാൻ തുടങ്ങിയത് കേട്ടോ. ഇപ്പോൾ അവർ പൊട്ടിച്ച് കൊണ്ടുവന്നവരും ഞാൻ അതിനകത്ത് തിരിഞ്ഞെടുക്കും. അങ്ങനെ മൊത്തം ജാതിക്കായും പൊട്ടിച്ചു കൊണ്ടുവന്ന ശേഷമായിട്ട് അവർ പിന്നെ തിരിയാനിരുന്നത്. അപ്പോൾ ഇതിനകത്ത് പല ഇതായിട്ട് തിരിച്ചിടുന്നത്. കുറേ കേടുള്ള കായകളുണ്ടാകും. പിന്നെ ചിലതിനിങ്ങനെ കുത്തു വന്ന് തുടങ്ങിയിട്ടുണ്ടാകും. അത് വേറെ ഇടുന്നുണ്ട്. പിന്നെ പൊട്ടിയ കായകൾ വേറെ ഇടുന്നുണ്ട്. നല്ല കായകളുണ്ട്, അത് സെപ്പറേറ്റ് ഇടുന്നുണ്ട്. ഈ നല്ല കായയുടെ ഒപ്പം കേട് കായകൾ കിടന്ന് അവരതിൻ്റെ വില ഭയങ്കരമായിട്ട് കുറയ്ക്കും കേട്ടോ. അതിപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേഗം ഒന്ന് വളം മേടിക്കാൻ പോകണം കേട്ടോ. ഞങ്ങൾക്കിവിടെ സബ്സിഡി ആയിട്ട് ഇളവൊരു വളം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജാതിയുടെ വളം. അപ്പോൾ അത് മേടിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനും മോനെ കൂടി വിളിച്ചുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ജാതിക്കായ പൊട്ടിച്ച് തിന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഭായിമാർ അവിടെ ഇരുന്ന് പൊട്ടിക്കണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് എല്ലാവർക്കും ബിരിയാണി ആയിട്ടാ മേടിച്ചത്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പോയി ഭക്ഷണം ഉണ്ടാക്കലൊന്നും നടന്നില്ലായിരുന്നു. അത് കാരണം അപ്പോൾ അവരും ഞാൻ കുറച്ചേരൊക്കെ നിന്ന് അങ്ങോട്ടൊക്കെ റെസ്റ്റ് ചെയ്യണ്ട. കാരണം ഈ രാവിലെ തുടങ്ങിയുള്ള ഇരിപ്പായാലും മൊത്തം നടുവേനെടുത്തിട്ട് ഉണ്ടായില്ല. ഭായിമാർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ നമ്മൾ നടന്ന് ചെയ്യണവരല്ലോ. ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇരുന്നുള്ള ജോലി ചെയ്യുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടുവിനാണ് ഏറ്റവും ബുദ്ധിമുട്ട് കേട്ടോ. അതിങ്ങനെ താഴെ കുത്തിയിരിക്കല്ലോ. ഒന്നാമത്തേത് ഞങ്ങളിങ്ങനെ വല കിട്ടിയേക്കണ കാരണം നല്ല ചൂടുമായിരുന്നു കേട്ടോ. പൊഴിഞ്ഞെടുക്കണ മാതിരിയായിരുന്നു നമ്മൾ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. അത് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഏകദേശം ഒരു 8 ജാതി ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം വലിയ ജാതിയാണ്. അതിന്മേന്നുള്ള കായകളുണ്ടത്. പിന്നെ കമ്പനിക്കൊടിയിലെ ചെറിയ തൈകളാണ്. അത് കാട്ടുജാതി ബഡ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ആദ്യമൊന്നും അതും അങ്ങനെ കായ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ 2 കൊല്ലമായിട്ട് അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇവിടുത്തെ കായകളൊക്കെ ഭയങ്കര ചെറിയ കായകളാണ്. പക്ഷേ കമ്പനിക്കൊടിയിൽ കായൊക്കെ നല്ല വലിയ കായകളാണ് കേട്ടോ. കമ്പനിൽ ചെറിയ ബഡ് ചെയ്തിട്ട് ഒരു 4-5 കൊല്ലമായിട്ടുള്ളൂ കേട്ടോ. ആ തൈ ഒരു 4-5 തൈ ഉള്ളൂ. പക്ഷേ അതുമേന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ട് 8,000 ചില്ലായിരം രൂപ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആ ഒരു വർഷം മാത്രമായിട്ട്. ഇവിടുത്തെ ഞാൻ കഴിഞ്ഞ കൊല്ലം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഞാൻ ഒരു ചേച്ചിക്ക് കൊടുത്തേക്കായിരുന്നു. ഞങ്ങളിവിടെ താമസമൊന്നും ഉണ്ടായില്ലല്ലോ. അന്ന് മൊത്തത്തിൽ കൊടുത്തപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് 20,000 രൂപയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേറെ ഒന്നും അറിയണ്ട. ചേച്ചി തന്നെ പറക്കി ചേച്ചി തന്നെ ഉണക്കി അവർ കൊടുത്തോളും. അപ്പോൾ നമുക്ക് അതിനകത്തൊരു ചെറിയ വീതം നമുക്ക് കിട്ടണമെന്ന് മാത്രം. ഈ കൊല്ലം ഞാൻ ഇവിടെ താമസിക്കണ്ടല്ലോ എന്ന് കരുതി കേട്ടോ ഞാൻ ഈ പരിപാടിക്ക് പോയത്. പക്ഷേ ഇത് ജോലിക്ക് പോകുമ്പോൾ നമുക്കിതെല്ലാം കൂടി ചെയ്ത് കിടക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. ജോലിക്ക് പോകണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇത് രാവിലെ നമ്മൾ പറക്കിയെടുത്ത് രാവിലെയും വൈകുന്നേരം ഇത് പറക്കണം.
അതിൻ്റെ പത്തിരിയൊക്കെ തിരിച്ചെടുത്ത് പുകച്ച് ഉണക്കിയെടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കായൊക്കെ പൊട്ടി വന്നത് മിക്കവാറും മഴക്കാലത്തായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ ഒരു വർഷത്തെ പത്തിരിയൊക്കെ ഉണക്കി ഞാൻ താഴെ വച്ചേക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇപ്പോൾ കായ്ക്ക് എന്തായാലും വിലക്കുറവാണ്. അപ്പോൾ ഞാൻ പത്തിരി ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കണില്ല. അതിനിപ്പോൾ എന്തായാലും അടുത്ത മാസം 20-ാം തീയതി ആകുമ്പോഴേക്കും കൊടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. കായ എന്തായാലും ഞാൻ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച എൻ്റെ ഒഴിവുമാരി ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ വിളിച്ച് വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് കേട്ടോ കരുതിയിരിക്കുന്നത്. അപ്പോൾ അതേ പൊട്ടിക്കൽ കഴിഞ്ഞപ്പോൾ ഏകദേശം സമയം ഒരു 5:30 ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഭായിമാർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മൊത്തത്തിലൊന്ന് അടിച്ചു വീഴുകയാണ്. ജാതിക്കായ പൊട്ടിച്ചതിന് നിറച്ച് പൊടിയുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ അത് ആദ്യമൊക്കെ ഒന്ന് ചൂല് വെച്ച് അടിച്ച് വാരിയതാണ്. അവരെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിച്ചായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കഴുകാമല്ലോ എന്ന് കരുതിയാണ്. അല്ലെങ്കിൽ തുണിയൊക്കെ നമ്മൾ ഉണക്കാനിടാൻ കയറുമ്പോൾ അവിടെയൊക്കെ നിറച്ച് ചവിട്ടിക്കൂട്ടി നിറച്ച് ചെളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.